നാട്ടുകൾ വിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. KSSBA മണ്ണാർക്കാട് നിയോജക മണ്ഡലം സമ്മേളനം നടന്നു. KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 8.5 വർഷമായി നാടിന്റെ ജനങ്ങളെ ചൂഷണം ചെയ്ത് ഭരണം നടത്തുന്ന സർക്കാരിനെ നെറുകടിന്റെ പര്യായം മാറിയിരിക്കുകയാണെന്നും KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പറഞ്ഞു. നമ്മൾ നേരിടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അത് ആധികാരികമായി സർക്കാർ ഉത്തരവ് വെച്ച് വ്യാഖ്യാനിക്കാൻ മുമ്പും സുഖു പ്രവേശനത്തും സജീവമാണ്. ഇപ്പോഴും അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പഴയ ജില്ലാ സെക്രട്ടറി സുഖുനെ വരിക. നമ്മളെ ഇങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊന്നും ഉത്തരവുകൾ വായിക്കാറില്ല, ഉത്തരവുകൾ പഠിക്കാറില്ല. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മുടെ സർവീസ് മേഖലയിലേക്ക് എത്തുന്നവർക്ക് തന്നെയുള്ള ഒരു കുറവ് സാധാരണ രാഷ്ട്രീയം പോലെ പുതിയായും നമ്മൾ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാൻ കഴിയും. നമ്മളൊക്കെ നേടിയെടുത്ത പല ആനുകൂല്യങ്ങളും നിലനിർത്താനുള്ള പടാപ്പാടിലാണ് നമ്മുടെ പ്രതീകവും കൂടുതലുണ്ട്. KSSBA മണ്ണാർക്കാട് നിയോജക മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് A. അസൈനാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ബി മെനാട്, ജില്ലാ സെക്രട്ടറി KMM റഷീദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് അനന്തകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിലർമാരായ KG ബാബു, K. വേണുഗോപാൽ, തോമസ് ആന്റണി, വനിതാ ഫോറം ചെയർപേഴ്സൺ ചിത്ര D. നായർ, KPSTA സബ് ജില്ലാ സെക്രട്ടറി പ്രദീപ് എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സെക്രട്ടറി V. സുകുമാരൻ സ്വാഗതവും ട്രഷറർ A. ശിവദാസൻ നന്ദിയും പറഞ്ഞു. അസൈനാരെ പ്രസിഡന്റായും ബാലഗോപാലിനെ സെക്രട്ടറിയായും ശിവദാസിനെ ട്രഷററായും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വനിതാ ഫോറം ചെയർപേഴ്സണായി ചിത്ര D. നായരെയും കൺവീനറായി ആലിസ് തോമസിനെയും തെരഞ്ഞെടുത്തു. ആ പോസ്റ്റിലോട്ട് കൊടുത്ത ജീവനക്കാർക്കെതിരെയാണ് എന്ന് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, നമ്മുടെ ശമ്പള വിഷയത്തിന്റെ ആനുകൂല്യം സുഖം പറഞ്ഞവിടെ ശമ്പള വിഷയത്തിന്റെ ആനുകൂല്യം നമുക്ക് ഇതുവരെ കിട്ടിയില്ല. പെൻഷന്റെ ആനുകൂല്യം, പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ലഭിക്കാതെ 1.5 ലക്ഷത്തോളം പെൻഷൻകാർ നമ്മളെ നിന്ന് ഈ ലോകത്തിനെ പോയി മരിച്ചുപോയി. ആരോട് പറയാനാ? ആ സീനിയർ സിറ്റിസൺ മരുന്ന് വാങ്ങാൻ കാശില്ല. മെഡിസപ്പ് കൊണ്ടുവന്നു. മെഡിസപ്പ് കൊണ്ടുവന്നപ്പോൾ ഉള്ള അപാകതകൾ നമ്മൾ സൂചിപ്പിച്ചു. ഉമ്മൻചാണ്ടി സാർ പറഞ്ഞ് ഇനി നമ്മൾ വരുന്ന കരുതിയേ, പക്ഷേ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ലല്ലോ പിന്നെ വന്നത്. എല്ലാ അപാകതയും മാറ്റി തരുമെന്നാ പറഞ്ഞ് 300 രൂപ ഇവര് ചർച്ച നടത്തി. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുമായി മെഡിസപ്പ് ധാരണ ഉണ്ടാക്കി. നമ്മളൊക്കെ പൈസ അടയ്ക്കാൻ പറഞ്ഞു. 500 രൂപ ഭാര്യ ഭർത്താവുള്ളവർ പെൻഷൻകാർ ഒക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്കുണ്ടായിരുന്ന റീഇംബേഴ്സ്മെന്റ് നിർത്തലാക്കി. ആ പൈസ എവിടേക്കാ പോണെന്ന് അറിയത്തില്ല. തരുമെന്ന് പറഞ്ഞു, എവിടെ പൈസ എന്ന് അറിയത്തില്ല. ഒരേപോലെ അപ്പോഴാണ് എനിക്ക് ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ ദൂരത്തെ കാര്യമെന്ന് പറയുന്നത് തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലെ അധ്യാപകരുമായി ഒരുപാട് 6-7 ദിവസം ഞാൻ തമിഴ്നാട്ടിലെ ഭാരതയാത്രയായിട്ട് പോയി. അവിടുത്തെ ആനുകൂല്യങ്ങളുടെ അധ്യാപകരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ, ജീവനക്കാരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അവർ അവിടെ ചെയ്യുന്ന ഈ മെഡിസപ്പ് അവിടെ നടപ്പാക്കുന്നുണ്ട്. സ്റ്റാലിന്റെ ഗവൺമെന്റ്, നേരത്തെ ജയലളിത ഗവൺമെന്റ് അവിടെ ഈ മെഡിസപ്പ് നടപ്പാക്കുന്ന കമ്പനിയും കേരളത്തിൽ നടപ്പാക്കുന്ന കമ്പനിയും ഒരേ കമ്പനിയാണ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി തന്നെയാണ് അവിടെയും. പക്ഷെ അവിടുത്തെ ജീവനക്കാരൻ കൊടുക്കുന്നത് പ്രതിമാസം 300 രൂപയാണ്. 300 രൂപ കൊടുക്കുന്ന ആ പ്രതിമാസ ജീവനക്കാരന് അവിടെ പെൻഷൻകാരന് അത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി അവിടെ കവറേജ് കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഇവിടെ നമ്മളിൽ നിന്ന് 500 രൂപ വാങ്ങണം. എന്റെയും എന്റെ ഭാര്യയുടെയും 1000 രൂപ മാസം വാങ്ങണം. നമ്മുടെ സ്റ്റാർ ഹെൽത്ത് അത്ര പൈസ കിട്ടും, എന്തെല്ലാം ആനുകൂല്യം കിട്ടും. ഇവിടെ ഈ മെഡിസപ്പുമായി നമ്മുടെ അടുത്തുള്ള എല്ലാവരും കൂടി പോകുന്ന ഹോസ്പിറ്റലാണ് മദർ കെയർ ഹോസ്പിറ്റല്. അവിടെ ചെന്നാൽ മെഡിസപ്പ് തന്നെ മാറ്റി കിട്ടും. ബാക്കിയുള്ളവരെ നോക്കിയിട്ട് അവസാനമാണ് മെഡിസപ്പുകാരൻ നോക്കുക. കാരണം ഈ കാശ് കിട്ടത്തില്ല എന്ന് അവർ പറഞ്ഞു. പല ആശുപത്രികളും നമുക്ക് പറ്റിയ ആശുപത്രിയല്ല. അതിന്റെ ആശുപത്രികളിലെ എൻട്രൻസ് കൂടെ കയറിയാൽ മോർച്ചറിൽ കൂടെ ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് മെഡിസപ്പുകാരന്റെ അവസ്ഥ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇംപെക്സ് മാട്രസ് മണ്ണാർക്കാട് റോഡ് കരിങ്കല്ലത്താണി. പുതിയ രീതിയിലുള്ള കിടക്കകളുടെ വൻ ശേഖരവുമായി ഇംപെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണിയിൽ. മൊബൈൽ 9526100066.